സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്നും ഉദ്യോഗസ്ഥരുമുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. കേസെടുക്കാൻ അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിനായിരുന്നു സ്വർണ്ണപ്പാളിയിൽ ഇതുവരെ അന്വേഷണ ചുമതല. കോടികളുടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് സംശയിക്കുന്ന ക്രിമിനൽ കുറ്റം നടന്നിട്ടും പോലീസ് ഇടപെടാത്തത് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. വിഷയം പരിഗണിച്ച കോടതി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. നീതിപൂർവകമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ചട്ടങ്ങൾ ലംഘിച്ച ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സർക്കാർ. 1998 വിജയമല്ലിയിൽ സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു. ഈ കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. സ്വർണം പൂശാൻ താൽപര്യമറിയിച്ച് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശം അടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹാജരാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. നേരത്തെ കോടതി ഇടപെടലിലൂടെയാണ് സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലെ ദുരൂഹത പുറത്തുവന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.